പാലക്കാട്ടിന്റെ നഗരവീഥികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ റോഡ് ഷോയുമായി കടന്നുപോകുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. റോഡിന് ഇരുവശത്തും പാർട്ടി പ്രവർത്തകരുടെ, അനുഭാവികളുടെ, മോദിയെ സ്നേഹിക്കുന്നവരുടെ നിരവധിയായ സാന്നിധ്യമുണ്ട്. പുഷ്പങ്ങൾ വാരി വിതറി അവർ മോദിയോടുള്ള സ്നേഹം, ഇഷ്ടം കാട്ടുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്റർ പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് നരേന്ദ്രമോദി എത്തിയത്. ഇദ്ദേഹത്തെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, പാലക്കാട്, പൊന്നാനി, മലപ്പുറം സ്ഥാനാർത്ഥികൾ, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സ്വീകരിച്ചു. ഗ്രൗണ്ടിൽ നിന്ന് കാറിൽ നഗരമധ്യത്തിലെ കോട്ട മൈതാനത്തെ 5 വിളക്കിലെത്തിയ മോദി അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് റോഡ് ഷോ ആരംഭിച്ചത്. 5 വിളക്ക് മുതൽ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ ഏതാണ്ട് 1 കിലോമീറ്ററാണ് റോഡ് ഷോ. പൊതുസമ്മേളനമില്ല. ശേഷം മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് തിരികെ മോദി എത്തും. തുടർന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. ഈ പുഷ്പവൃഷ്ടിക്കായുള്ള ഈ പുഷ്പങ്ങൾ വാരി വിതറുന്ന പുഷ്പങ്ങൾ പോലും SPG ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് അവർ കടന്നു പോകുന്നത്. ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ റോഡ് ഷോ ഉള്ളത് എങ്കിൽ പോലും വളരെ പതിയാണ് വാഹനം കടന്നു പോകുന്നത്. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയെ കാണാനുള്ള സൗകര്യം ഒരുക്കി തന്നെയാണ് വാഹനം കടന്നു പോകുന്നത്. റോഡ് ഇരുവശത്തുമുള്ളവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി കടന്നു പോകുന്നത്. 10:30 പറഞ്ഞ റോഡ് ഷോ ഏതാണ്ട് 10:45, 15 മിനിറ്റ് വൈകിയാണ് ആരംഭിച്ചത്. ഇപ്പോഴും റോഡ് ഷോ ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ 1 കിലോമീറ്റർ, ഏതാണ്ട് 1 കിലോമീറ്ററോളം ഈ റോഡ് ഷോ ഉണ്ടാകും. അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥർ, SPG, DIG നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എന്നിവർ ഇവിടെ സുരക്ഷ ഒരുക്കുന്നു. ഇന്നലെ വൈകിട്ട് കോയമ്പത്തൂർ നഗരത്തിൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം റോഡ് ഷോ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തുകയും റോഡ് ഷോയ്ക്ക്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം പത്തനംതിട്ടയിലുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പാലക്കാട്ടെ വോട്ടർമാർക്ക് ആവേശകരമായ ചില കാഴ്ചകൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. അനവധി ആളുകൾ 2 വശത്തും കാത്തു നിൽക്കുന്നു നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ. ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉള്ളത്. വർദ്ധിച്ച ഊർജത്തോടുകൂടി പാലക്കാട്ടെ BJP പ്രവർത്തകർ, അനുഭാവികൾ ഈ റോഡ് ഷോയോട് പ്രതികരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണ്. ക്രമാനുഗതമായ വളർച്ച പാലക്കാട് BJPക്ക് സംഭവിക്കുന്നുണ്ട്. 3ഓളം മണ്ഡലങ്ങളിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയ സാഹചര്യമുണ്ട്. വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന BJPയുടെ നിരവധി മണ്ഡലങ്ങൾ പാലക്കാട്ടുണ്ട്. മോദിയുടെ വരവ് പാലക്കാട്ടെ കൃഷ്ണകുമാർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഊർജ്ജം പകരും, അവരുടെ പ്രചരണത്തിന് ഊർജ്ജം പകരുമെന്ന കണക്കൂട്ടിലാണ് BJP ഉള്ളത്. വാഹനത്തിന് ഇരുവശവും പ്രവർത്തകർ നിറഞ്ഞു നിൽക്കുന്നു.
വലിയ ജനപങ്കാളിത്തം ഈ റോഡിന് ഇരുവശത്തും. അപാലവൃദ്ധം ജനങ്ങളും നരേന്ദ്രമോദിയെ കാണാനായി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ആവേശോജ്വലമായ സ്വീകരണം നൽകിയാണ് പ്രവർത്തകർ നരേന്ദ്രമോദിയെ വരവേൽക്കുന്നത്. ഇന്ന് പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ പാലക്കാട് ഉണ്ടാവില്ല. ഈ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ കോയമ്പത്തൂരിലേക്ക്, തമിഴ്നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ഇനിയുള്ള പരിപാടികൾ, കാരണം നമുക്കറിയാം ദക്ഷിണേന്ത്യയിലൊക്കെ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി കുറേയേറെ ശ്രദ്ധയിലെത്തുന്നുണ്ട്. BJPക്കും ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായി ദക്ഷിണേന്ത്യ മാറിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ദക്ഷിണേന്ത്യക്ക് ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെയാണ് BJPയുടെ ഓരോ പരിപാടികളും, മോദിയുടെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത സമീപകാലത്തായി. തുടർച്ചയായി 6ാം തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കണം. അതും കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ 6ാം തവണ പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി കേരളത്തിലെ BJPക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയാണ്. പ്രവർത്തകർ പുഷ്പവുമായി കാത്തുനിൽക്കുന്നു. പ്രധാനമന്ത്രി എത്തുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുന്നു. അവരുടെ ആവേശം, അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു. പാലക്കാട്ട് ഏറെ ആവേശം പകർന്നാണ് മോദിയുടെ റോഡ് ഷോ കടന്നുപോകുന്നത്. मोबाइल का तो कह लो ना,